നമസ്കാരം. കൊടകര കുഴൽപ്പണ കേസിൽ ബി.ജെ.പി ഉടൻ കുടുങ്ങുമെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തന്റെ കയ്യിലുള്ള രഹസ്യ സ്വഭാവമുള്ള രേഖകൾ കൈമാറിയെന്നും പോലീസിനോട് പറയാനുള്ളത് എല്ലാ കാര്യങ്ങളും പറഞ്ഞുവെന്നും ബി.ജെ.പിയുടെ മുൻ ഓഫീസ് സെക്രട്ടറിയായ സതീഷ് വെളിപ്പെടുത്തിയതോടെയാണ് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത കൈവന്നിരിക്കുന്നത്. തുടക്കം മുതലുള്ള എല്ലാ കാര്യങ്ങളും പോലീസിനോട് പറഞ്ഞുവെന്നും തന്റെ കയ്യിൽ ഉണ്ടായിരുന്ന തെളിവുകൾ പോലീസിന് കൈമാറിയെന്നും തിരൂർ സതീഷ് പറയുന്നുണ്ട്. ബി.ജെ.പി ഓഫീസിൽ 4 ചാക്കുകെട്ടുകളിലായി 6.5 കോടി രൂപ എത്തിച്ചെന്നും പണം എത്തിച്ച ധർമ്മരാജൻ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനുമായും ജില്ലാ അധ്യക്ഷനുമായും കൂടിക്കാഴ്ച നടത്തിയെന്നുമായിരുന്നു സതീഷിന്റെ വെളിപ്പെടുത്തൽ. 35 ലക്ഷം രൂപ തിരുവനന്തപുരത്ത് വി രാജേഷിന് കൈമാറാൻ പറഞ്ഞതായും സതീഷ് പറയുന്നു. 2021 ഏപ്രിൽ 2-ന് 6 ചാക്കുകളിലായി RSS നേതാവ് ധർമ്മരാജന് 9 കോടി രൂപയാണ് തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിച്ചതെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. എത്ര പണം മണ്ഡലങ്ങളിൽ എവിടെയൊക്കെ വിതരണം ചെയ്തു, ആരൊക്കെ കൊണ്ടുപോയെന്ന് കൃത്യമായി അറിയാം. ഇത് ഉപയോഗിച്ച് വാഹനങ്ങളും ഭൂമിയും വാങ്ങി കൂട്ടിയവരെയും അറിയാം. ഓഫീസ് സെക്രട്ടറി എന്ന നിലയിൽ സംസ്ഥാന ഓഫീസുമായും നേതാക്കളുമായും ജില്ലാ കമ്മിറ്റിയുമായും ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും സതീശന് പച്ചവെള്ളം പോലെ വ്യക്തമാണ്. കൊടകര കുഴൽപ്പണ കേസ് നടക്കുന്ന 2021-ൽ ബി.ജെ.പിയുടെ തൃശൂർ ഓഫീസിൽ സെക്രട്ടറി ആയിരുന്നു സതീഷ്. 9 കോടി രൂപയാണ് ബി.ജെ.പി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വന്നത്. 6 കോടി എന്ന ധർമ്മരാജന്റെ മൊഴി തെറ്റാണെന്നും സതീഷ് പറയുന്നുണ്ട്. ചാക്കിൽ കെട്ടി കൊണ്ടുവന്നത് തെരഞ്ഞെടുപ്പ് സാമഗ്രികളാണെന്നാണ് സതീഷിനോട് പറഞ്ഞത്. തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിച്ച പണം പിന്നെ അവിടെ നിന്ന് കൊണ്ടുപോയിട്ടില്ല. കൊടകരയിൽ കൊണ്ടുപോയത് വേറെ പണമാണ്. ചാക്കുകെട്ട് ശ്രദ്ധിക്കണമെന്ന് ജില്ലാ പ്രസിഡന്റും ട്രഷററും പറഞ്ഞിരുന്നു. കൊടകര കവർച്ച സംബന്ധിച്ച വാർത്ത കണ്ടപ്പോഴാണ് ചാക്കിൽ പണമാണെന്ന് മനസ്സിലായത്. ഓഫീസിൽ നിന്ന് പല മണ്ഡലങ്ങളിലേക്ക് നേതാക്കൾ എത്തി പണം കൊണ്ടുപോയെന്നുമൊക്കെയുള്ള കാര്യങ്ങൾ സതീശന് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. ഇതിൽ 1 കോടി രൂപ സുരേന്ദ്രനാണ് കൈപ്പറ്റിയത്. വെളിപ്പെടുത്തലിന് പിന്നാലെ കേസിൽ തുടരന്വേഷണം നടത്താൻ തീരുമാനിച്ച സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയായിരുന്നു. തൃശൂർ പോലീസ് ക്ലബിൽ എത്തിയാണ് ഇക്കാര്യങ്ങൾ സതീഷ് വെളിപ്പെടുത്തിയത്. സ്വന്തം പാർട്ടിയിൽ നടന്ന അന്യായങ്ങളെ കുറിച്ച് ഇനിയും പറയാനുണ്ടെന്നും അന്വേഷണ സംഘത്തോട് എല്ലാം വെളിപ്പെടുത്തുമെന്നും സതീഷ് പറയുന്നുണ്ട്. സതീഷ് പറയുന്നതെല്ലാം കള്ളമാണെന്ന് വരുത്തി തീർക്കാനാണ് ഇപ്പോൾ ബി.ജെ.പി നേതാക്കൾ കിണഞ്ഞു പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറുപടിയില്ലാത്ത ബി.ജെ.പി നേതാക്കൾ സതീഷിനെ വ്യക്തിഹത്യ ചെയ്യാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കള്ളത്തരം വെളിയിൽ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങളുടെ തന്നെ മുൻ നേതാവാണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. കൊടകര കുഴൽപ്പണ കേസിൽ തുടരന്വേഷണത്തിന് അനുമതി തേടി പോലീസ് കോടതിയെ സമീപിക്കാനിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് സതീഷ് ഇക്കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയത്. ഇതെല്ലാം ബി.ജെ.പിയെ വീണ്ടും ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്.